ഇദ്ദേഹത്തിൻ്റെ പരാമർശം മുസ്ലിം ലീഗിനെതിരാണോ മുസ്ലിങ്ങൾക്കെതിരാണോ, ഈ രണ്ടാണല്ലോ തർക്കം. എപ്പോഴാണിത് മുസ്ലിം ലീഗിനെതിരാണ് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത്? ആ പ്രസംഗത്തിൽ എവിടെയെങ്കിലും വെള്ളാപ്പള്ളി ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിനെതിരാണ് എന്ന് പറഞ്ഞു? എവിടെയും പറഞ്ഞില്ല. അതിനുശേഷം അദ്ദേഹം ആ വാർത്താസമ്മേളനം നടത്തുന്നവരെ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരോ വേറെ ആരെങ്കിലുമോ പറഞ്ഞു? ആരും പറഞ്ഞില്ല. നേരെ മറിച്ച് ഇത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് BJP നേതാക്കൾ രംഗത്ത് വന്നില്ലേ? എന്തൊക്കെ പറഞ്ഞു? കെ സുരേന്ദ്രൻ എന്തൊക്കെ പറഞ്ഞു? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്തൊക്കെ പറഞ്ഞു? എല്ലാവരും ഇത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ പിണറായി വിജയനോ CPMനോ ഇത് മനസ്സിലായില്ല എന്നുള്ളതാണ്. അവർ കൃത്യമായി എന്തു ചെയ്യുന്നു? ഒരു ഓപ്പറേഷൻ നടത്തുന്നു, ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നു, ഇത് ലീഗിനെതിരെയാണെന്ന്. ആദ്യം വെള്ളാപ്പള്ളി നടേശൻ വാർത്താസമ്മേളനം നടത്തി, ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരല്ല, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, ഞാൻ പറയുന്നത് ലീഗിനെതിരെയാണ് എന്ന് പറയുന്നു. അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി എവിടെയുമില്ലാത്ത INLൻ്റെ വഹാബ് പക്ഷത്തെ അങ്ങോട്ടേക്ക് അയക്കുന്നു. അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് കണ്ട് സംസാരിക്കുന്നു. എന്നിട്ട് അവരെ കൂട്ടി വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നു, ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിനെതിരാണ്, മുസ്ലിങ്ങൾക്കെതിരായില്ല എന്ന്. അതായത് ഇങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ മുൻപന്തിയിൽ നിന്നിരിക്കുന്നത് CPM ആണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. വളരെ കൃത്യമായി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിച്ച് നമുക്ക് മനസ്സിലാകും. ഈഴവ വോട്ടുകൾ അതിനിർണായകമാണ് എന്ന് CPMനും സർവോപരി പിണറായി വിജയനും അറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ അടക്കം ഈഴവ വോട്ടുകൾ CPMന് ലഭിച്ചിട്ടില്ല. അത്രത്തോളം വോട്ടുകളാണ് BJPയിലേക്ക് ഒഴുകിപ്പോയത്. ആ ഒഴുക്ക് തടയുക എന്നുള്ളത് CPMൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമായി വെള്ളാപ്പള്ളിയെ അതിരൂക്ഷമായി പഴയതുപോലെ വിമർശിച്ചാൽ അതിന് തിരിച്ചടി കിട്ടുമെന്ന് CPMന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് CPM അല്ലെങ്കിൽ പിണറായി വിജയൻ ഇതേ ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലാതെ അദ്ദേഹം ചെയ്യുകയും ചെയ്തു. പക്ഷേ കുറച്ച് ഓവറായിപ്പോയി എന്ന് പോലും എനിക്ക് തോന്നി. കഴിഞ്ഞ, അതായത് 25ാം വാർഷികത്തിൽ ഇതേ വെള്ളാപ്പള്ളിയെ അന്ന് കേരള കൗമുദിയിൽ വന്ന വാർത്തയിൽ പറയുന്നത് ഗുരുദേവൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റി വെള്ളാപ്പള്ളി എന്നാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത്. അത് ഇത്തരം ചടങ്ങുകളിൽ അവരെ പ്രകീർത്തിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികതയാണ്. പക്ഷേ ഈ ഒരു ഘട്ടം അങ്ങനെ പ്രകീർത്തിക്കാൻ പറ്റിയൊരു ഘട്ടമായിരുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹം പറയുന്ന വേറൊരു കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇത് വെള്ളാപ്പള്ളിയുടെ തെറ്റല്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ വ്യാഖ്യാനിച്ചവരുടെ തെറ്റാണ് എന്നുള്ള രൂപേണ ഉള്ള വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇവിടെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു കൂട്ടരുണ്ട്. അത് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് നേതാക്കളാണ്. ഇങ്ങനെ ഒരു പ്രസ്താവന വെള്ളാപ്പള്ളി നടത്തിയിട്ട് ആരാണ് രൂക്ഷമായി പ്രതികരിച്ചത്? അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്നൊക്കെ പറയുക എന്നല്ലാതെ പ്രതിപക്ഷ നേതാവ് VD സതീശനോ K സുധാകരനോ ഒക്കെ അതിശക്തമായ ഭാഷയിൽ ഈ വർഗീയ വാക്കുകളെ വിമർശിച്ചോ? ഉണ്ടായിട്ടില്ല. ആകെ പറഞ്ഞത് പാർലമെൻ്ററി മോഹങ്ങൾ ഇനിയും ഇല്ലാത്ത മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാത്രമാണ് വളരെ ശക്തമായ ഭാഷയിൽ വെള്ളാപ്പള്ളി വിമർശിച്ചത്.